പക്കലുണ്ട്. ഒരു മാത്ര നേരം വിശ്രാമം നേടാൻ കുരിശിന്റെ ചുവടല്ല ഇല്ലൊരിടം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാക്ക് ഇൻ വിക്ടറി, വിജയത്തിൽ നടക്കുക. എങ്ങനെയാണ് വിജയത്തിൽ നടക്കുന്നത്? ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ വിജയത്തിൽ നടക്കാം. എങ്ങനെ ജയിച്ച് മുന്നേറാം? യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ ജയിച്ച് മുന്നേറാം. ജയിക്കാൻ അതിനുള്ളതായ രഹസ്യം എന്താണ്? ദ ഓവർകമേഴ്സ് സീക്രട്ട്. എങ്ങനെയാണ് ജയിക്കുക? ജയാളികൾ ജയിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? കോൺക്കറാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജയാളിയാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മെ തോൽപ്പിക്കുന്ന ശത്രുവിനെ നാം തിരിച്ചറിയണം. നമ്മെ തോൽപ്പിക്കുന്ന ഛിദ്രശക്തിയെ നാം തിരിച്ചറിയണം. നമ്മെ തോൽപ്പിക്കുന്ന ഛിദ്രശക്തി അത് പൈശാചിക ശക്തിയാണ്. അത് ദുഷ്ടനായ പിശാചാണ്, സാത്താനാണ്. എന്നും ദൈവത്തിന് ശത്രുവായ സാത്താൻ മനുഷ്യൻ്റെ എതിരാളിയാണ്. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഒരേ ഒരു ലക്ഷ്യം. ദൈവത്തോടുള്ളതായ പക തീർക്കാൻ പിശാച് ദൈവത്തിൻ്റെ പ്രിയ സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കുന്നു, മനുഷ്യനെ മുടിച്ചു കളയുന്നു. എങ്ങനെ നമുക്ക് ഈ പിശാചിനെ ജയിക്കാം? അതാണ് എഫേസ് ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്നത്. എഫേസ് ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. യുദ്ധം ചെയ്ത് യുദ്ധം തീർത്തു കഴിയുമ്പോൾ നിങ്ങൾ വീണ് കിടക്കാനല്ല, ഉറച്ചു നിൽപ്പാൻ നിങ്ങൾ കഴിയണം. യുദ്ധരംഗത്ത് വീണ് കിടക്കാനല്ല, യുദ്ധരംഗത്ത് പട്ടുപോകാനല്ല, യുദ്ധത്തിൽ തോറ്റു വീഴാനല്ല. യുദ്ധം സമാപിച്ചു കഴിയുമ്പോൾ, യുദ്ധം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾ ആയുധധാരികളായി നിൽക്കണം. എന്തെല്ലാമാണ് ആയുധങ്ങൾ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നിങ്ങൾക്ക് അരക്കെട്ട് വേണം, സത്യമായിരിക്കണം നിങ്ങളുടെ അരക്കെട്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരിപ്പാക്കിയും. സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിൻ. എല്ലാറ്റിനും മീതെ ദുഷ്ടനായ പൈശാചികന്റെ തീ കൊണ്ടുള്ള അമ്പുകളെല്ലാം കെടുത്തി കളയാൻ പോകുന്നതായ, കെടുത്തു കളവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ചില ആയുധങ്ങളുടെ കാര്യം പറഞ്ഞു തരികയാണ്. ഏതെല്ലാമാണ് ആയുധങ്ങൾ? അലങ്കാര ഭാഷയിൽ പറഞ്ഞു തരികയാണ്, സിംബോളിക്കായി പറഞ്ഞു തരികയാണ്, ദൃഷ്ടാന്തമായി പറഞ്ഞു തരികയാണ്, പ്രതിരൂപാത്മകമായി പറഞ്ഞു തരികയാണ്. എന്തെല്ലാമാണ് ആയുധങ്ങൾ? നിങ്ങൾക്ക് സത്യമെന്ന അരക്കെട്ട് വേണം. ഈ അരക്കെട്ടിലാണ് വാളുറ ഉറപ്പിക്കുന്നത്. ഈ അരക്കെട്ട് നല്ലതുപോലെ ഉറപ്പുള്ള അരക്കെട്ടാണെങ്കിൽ അവിടെ വാളിൻ്റെ ഉറപ്പിക്കാം, വാളുറയിൽ വാള് സൂക്ഷിക്കാം. സത്യം എന്ന അരക്കെട്ട്, നിങ്ങളുടെ അരക്കെട്ട് നല്ല കെട്ടുറപ്പുള്ളതാണെങ്കിൽ, നല്ല മുറുക്കമുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് ഓടുന്ന സമയത്ത്, ശത്രുവിന് നേരെ പാഞ്ഞു ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണിക്കേണ്ടി വരികയില്ല. നല്ല കെട്ടുറപ്പോടെ പാഞ്ഞു ചെല്ലാൻ സാധിക്കും. സത്യം എന്ന അരക്കെട്ട്, ട്രൂത്ത്ഫുൾനെസ്, സത്യം എന്ന അരക്കെട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ അവൻ പിശാചിന് മുമ്പിൽ തോൽക്കേണ്ടി വരികയില്ല. സത്യസന്ധത,
അർത്ഥസത്യം പറയാൻ പാടില്ല, അസത്യം പറയാൻ പാടില്ല, അസത്യം നുണ പറയാൻ പാടില്ല, അർത്ഥസത്യവും പറയാൻ പാടില്ല, ഭാഗികമായ സത്യവും പറയാൻ പാടില്ല, അല്പമെങ്കിലും വ്യാജം കലർത്തി പറയാൻ പാടില്ല, വളച്ച് പറയാൻ പാടില്ല, അത് തിരിച്ചു പറയാൻ പാടില്ല, തന്ത്രപൂർവ്വം പറയാൻ പാടില്ല. സത്യം നമുക്കുണ്ടെങ്കിൽ, സത്യസന്ധത നമുക്കുണ്ടെങ്കിൽ ഓരോ വാക്കും ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, മലപ്രസംഗത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, പിശാചിൽ നിന്ന് വരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായി യെസ് അല്ലെങ്കിൽ നോ, അല്ലാതെ നാം തന്ത്രപൂർവ്വം ഒഴിവാക്കി സംസാരിക്കരുത്, വ്യാജം സംസാരിക്കരുത്. നേരിട്ട് സംസാരിക്കുക, സത്യസന്ധമായി സംസാരിക്കുക, സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കുക, നാം ഒരു കൃത്യതയുള്ളവരായിരിക്കുക, നാം ആർജവബോധമുള്ളവരായിരിക്കുക. ആർജവത്വം എന്ന വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നാം നേരെ പോയി എന്നുള്ള ചിന്താഗതിയുള്ളവരായിരിക്കണം. തന്ത്രവും കൗശലവും നമുക്ക് പാടില്ല. അത് നമ്മുടെ അരക്കെട്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ സത്യസന്ധതയുണ്ടെങ്കിൽ ധൈര്യമായി നമുക്ക് നിൽക്കാം, പിശാചിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം, നാം തോൽക്കേണ്ടി വരികയില്ല. പണസംബന്ധമായ കാര്യങ്ങളിൽ ക്രമക്കേടുണ്ടാകാൻ പാടില്ല. പണസംബന്ധമായ കാര്യങ്ങളിൽ 10 പൈസയിൽ പോലും ഒരു തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങൾ കണക്കെഴുതുന്ന കാര്യത്തിൽ 10 പൈസയിൽ പോലും തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങൾ അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി എന്നുള്ള കാര്യങ്ങളിൽ ദൈവമക്കൾക്ക് ഒരു കാരണവശാലും തെറ്റുവരാൻ പാടില്ല. അതെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. അഴിമതിയും കൈക്കൂലിയും ദൈവമക്കൾക്ക് ഒരു കാരണവശാലും അടുത്തു വരാൻ പാടില്ല. അതിലെല്ലാം നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സത്യസന്ധത പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഓവർകമേഴ്സ് ആകാം, നമുക്ക് കോൺഖറേഴ്സ് ആകാം, നമുക്ക് ജയാളികളാകാം, നമുക്ക് ജേതാക്കളായി നമുക്ക് പരിലസിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക, സത്യം എന്ന അരക്കെട്ട്. ഒന്ന് ദയവായി ചിന്തിക്കൂ, ഇതൊക്കെ പ്രായോഗികമല്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സാറേ, എപ്പോഴും അങ്ങനെ സത്യം പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ കടം ചോദിക്കാൻ വരികയാണ്, രൂപ ചോദിക്കുകയാണ്, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കാര്യം അങ്ങ് തീർന്നു. കയ്യിൽ രൂപയുണ്ട് അല്ലെങ്കിൽ കൊടുക്കാൻ രൂപയുണ്ട്, പക്ഷേ ഈ രൂപയുണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കുറവ് വരില്ലേ? എന്നാൽ പിന്നെ ഒരു അല്പം ഒരു മയപ്പെടുത്തി, ഇല്ല രൂപയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടക്കുറവ് വരില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിലർക്ക് തോന്നുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഞാൻ ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുന്നെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോളണേ, ആർക്കെങ്കിലും കടം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ച് വേണ്ട എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കടം കൊടുക്കുക. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ്. കടം വാങ്ങുക എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. തിരിച്ച് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ടെൻഷൻ വരും, നിങ്ങൾക്ക് പ്രയാസം വരും. കൊടുത്തു കഴിഞ്ഞ് അത് ഒന്നിന് പല പ്രാവശ്യം ചോദിച്ചു, പിന്നെയും ചോദിച്ചു, വാശി വരുന്നു, ഇഷ്ടക്കുറവ് വരുന്നു, മുഷിച്ചിൽ വരുന്നു, ആൾക്ക് ഇങ്ങോട്ട് ഇഷ്ടക്കുറവ് വരുന്നു, എന്നോട് കർശനമായി ചോദിച്ചില്ലേ എന്നുള്ള പരാതി വരുന്നു. എന്തിന്? അതിലേക്ക് പോകാതെ ആദ്യം തന്നെ ഒരൊറ്റ ഇഷ്ടക്കുറവ് വരുത്തിയേക്കണം, ഞാൻ ക്ഷമിക്കണം, എനിക്ക് തരാൻ നിർവാഹമില്ല. വ്യക്തമായിട്ട് പറയുക. ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നും. വേണമെങ്കിൽ സാധിക്കും. ആത്മീയന് സാധിക്കും. ആത്മീയനായി ജീവിച്ചാൽ സാധിക്കും. അങ്ങനെ ജീവിച്ചേ പറ്റൂ. സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സത്യം നിങ്ങളുടെ അരക്കെട്ടായിരിക്കണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. എന്താണ് നീതി? നീതി വെറും സാമാന്യ നീതിയല്ല, ലോകനീതിയല്ല. നീതി എന്ന് പറയും ദൈവനീതിയാണ്. അതെന്താണ് നീതി? നീതി എന്ന് പറഞ്ഞാൽ എന്താണ് നീതി? 2 കൊരിന്ത്യർ 5:21 വായിക്കാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഒരു മനുഷ്യന് നീതിമാനില്ല, എന്നാൽ ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിൽ കൂടി നമുക്ക് തരുന്ന നീതിയാണ്. ക്രിസ്തു യേശുവിൻ്റെ രക്തം നമ്മെ കവർ ചെയ്യുകയാണ്, നമ്മെ ആവരണം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ ആവരണം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ പൊതിയുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മെ ആവരണം ചെയ്ത് നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നീതീകരണം. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ നീതിമാനല്ല. എന്നിൽ സ്വയമേവ വരുന്ന നീതിയല്ല, എന്നിൽ അനീതി മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം ഇതുവരെയുള്ള ജീവിതത്തിൽ തിന്മ മാത്രമേ ഉള്ളൂ. തിന്മ ഞാൻ പ്രവർത്തിക്കാതിരിക്കുമ്പോഴും എൻ്റെ ആളത്വം തിന്മയാണ്. തിന്മയുടെ വാക്ക് വരാതിരിക്കുമ്പോഴും എൻ്റെ ഹൃദയം തിന്മയാണ്.
എൻ്റെ ജീവിതത്തിൽ തിന്മയുടെ ചിന്തകൾ വരാത്തപ്പോഴും എൻ്റെ രക്തത്തിൽ തിന്മയുണ്ട്, എൻ്റെ രക്തത്തിൽ പാപമുണ്ട്. എന്നാൽ പാപിയായ എന്നെ നീതിമാനെന്ന് മുദ്രകുത്തി തരുന്നതായ ദൈവത്തിൻ്റെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതീകരണം ദൈവം എനിക്ക് തരികയാണ്. ദൈവം എന്നെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. നീതിമാനല്ലാത്ത മനുഷ്യനെ ദൈവം നീതിമാനെന്ന് മുദ്രകുത്തി തരികയാണ്. എനിക്ക് അർഹതയില്ലാത്ത സർട്ടിഫിക്കറ്റ് എനിക്ക് തരികയാണ്. അതാണ് റോമർ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കാം. യേശു ക്രിസ്തു നമുക്ക് നീതീകരണം തരികയാണ്. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയേ നീതീകരിക്കപ്പെടുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണം. പാപിയെന്ന് മുദ്ര കുത്തേണ്ടതാണ്. എന്നാൽ പാപിയെ നീതിമാനെന്ന് മുദ്ര കുത്തി തരുന്നതായ ദൈവത്തിൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ പൊതിയുന്ന ദൈവത്തിൻ്റെ നീതി, ആ ദൈവത്തിൻ്റെ നീതിയാണ് നീതി എന്ന കവചം ധരിച്ചും. അതാണ് നമ്മുടെ കവചം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സ്വന്തം നീതിയില്ല, ക്രിസ്തുവിനെ നീതീകരിച്ചു എന്നുള്ള ആ ഒരു ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കവർ ചെയ്തു തന്നു എന്ന്, അതെല്ലാം മൂടിപ്പൊതിഞ്ഞു തന്നു എന്ന്, നമ്മുടെ ആളത്ത് മുഴുവൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന അനുഭവം, എൻ്റെ പാപങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറച്ചു തന്നു എന്ന്, ആ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ടോ? ആ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടാത്തതിന് കാരണം എന്താണെന്നറിയാമോ? നിങ്ങളിതുവരെയും പാപത്തോട് യാത്ര പറഞ്ഞിട്ടില്ല. പാപം വിട്ടുള്ള ജീവിതം വേണമെന്ന് നിർബന്ധം വന്നിട്ടില്ല. 52-ാം അധ്യായം 7-ാം വാക്യം വായിക്കൂ. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. സുവാർത്താദൂതന്റെ സദ്വർത്തമാനം അറിയിക്കുന്ന മെസ്സഞ്ചറിന്റെ കാല്, സദ്വർത്തമാനം അറിയിക്കുന്ന ദൂതന്റെ കാല് പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. എന്തൊക്കെയാണ് പറയുന്നത്? സമാധാനത്തെ ഘോഷിക്കുന്നു, നന്മയെ സുവിശേഷിക്കുന്നു, രക്ഷയെ പ്രസിദ്ധമാക്കുന്നു. സിയോനോട് നിന്റെ ദൈവം ജീവിക്കുന്നു, നിന്റെ ദൈവം വാഴുന്നെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്ന, നിന്റെ ദൈവം വാഴുന്നത് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാല് പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. ഈ വാക്യം തന്നെ ഒന്ന് ലഘൂകരിച്ച് റോമർ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. റോമർ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം, അവിടെ നമുക്ക് ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നത് കാണാം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭവന സന്ദർശനങ്ങൾ നടത്തി, നിങ്ങൾ അനേകം ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചു, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു, അനേകരെ ക്രിസ്തുവിൻ്റെ വേലയിലേക്ക് നിങ്ങൾ ആനയിച്ചു, അനേകരെ സുവിശേഷത്തിലേക്ക് ആനയിച്ചു, നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് അനേകർക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. സമാധാനം സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, അത് നിങ്ങൾക്ക് നഷ്ടമല്ല. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നത് നഷ്ടമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേലക്കാരനാകുക, അത് നഷ്ടമല്ല. കാരണം നാം ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി മാറുകയാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി മാറുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനാപതി, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. സ്വർഗത്തിലാണ് നമ്മുടെ ലാവണം, സ്വർഗത്തിലാണ് നമ്മുടെ തസ്തിക, സ്വർഗത്തിലാണ് നമ്മുടെ ജോലി. എന്നാൽ നാം ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മുടെ ഓഫീസ് ഭൂമിയിലാണ്. സ്വർഗത്തിൻ്റെ അംബാസഡറാണ്, ഭൂമിയിലേക്കുള്ള അംബാസഡറാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ഭൂമിയിൽ നിറവേറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയമിച്ചാക്കിയ അംബാസഡേഴ്സാണ് സുവിശേഷകന്മാർ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വളരെ ഗൗരവമേറിയ കാര്യമാണ് പറയുന്നത്. ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് സുവിശേഷ വേലയുടെ മാഹാത്മ്യം മനസ്സിലാകും.
ഞാൻ ഓർക്കുന്നുണ്ട്. സുവിശേഷ വേല ചെയ്യുമ്പോൾ ആക്ഷേപങ്ങൾ വരാറുണ്ട്, പരിഹാസങ്ങൾ വരാറുണ്ട്, തെറ്റിദ്ധാരണകൾ വരാറുണ്ട്, അനേകം മിഥ്യ അപവാദങ്ങൾ അനേകരും പ്രചരിപ്പിക്കാറുണ്ട്, സുവിശേഷകന്മാരെ കളിയാക്കാറുണ്ട്. ഞാൻ കളിയാക്കലുകൾ ഏറ്റിട്ടുണ്ട്, ഞാൻ പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട്, ഞാൻ അനേകം ആക്ഷേപങ്ങൾ ഏറ്റിട്ടുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾ പോലും എന്നെ കളിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്നൊന്നും എൻ്റെ ഹൃദയത്തിനൊരു വേദന വരാതിരിക്കാൻ കാരണം എനിക്കറിയാം ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറാണ് എന്ന്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ് എന്ന്, ക്രിസ്തുവിൻ്റെ വേലക്കാരനാണ് എന്ന്, പദവിയേറിയ ഉദ്യോഗമാണ് ഞാൻ വഹിക്കുന്നത് എന്ന്. കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ എത്രയോ സമുന്നതമായ ഒരു ഉദ്യോഗമാണ് ഞാൻ വഹിക്കുന്നത് എന്ന് ഭാഗ്യവശാൽ എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുക എന്നുള്ളതിനേക്കാൾ എത്രയോ ഉന്നതമായ പദവിയാണ് യേശുക്രിസ്തുവിൻ്റെ അംബാസഡർ ആകുക എന്നുള്ളത് എന്ന് എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നിരുന്നു. അത് ഭാഗ്യവശാൽ അത് ദൈവം തന്ന ഒരു കൃപയാണ്, ദൈവം തന്നൊരു വെളിവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാകുക, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാകുക. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു അംബാസഡർ നിയമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റ്, അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് നിയമിച്ച അംബാസഡർ ജോലി ഇന്ത്യയിലായിരിക്കും, പക്ഷേ ശമ്പളവും ലാവണവും തസ്തികയും എല്ലാം അമേരിക്കയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ചൈനയിലേക്ക് ഒരു അംബാസഡർ നിയമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ താല്പര്യങ്ങൾ ചൈനയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനായിരിക്കും, പക്ഷേ ജോലിസ്ഥലം ചൈനയായിരിക്കും. എന്നതുപോലെ സ്വർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഭൂമിയിൽ നിറവേറ്റുവാനായി സ്വർഗം ഭൂമിയിലേക്ക് അയച്ച അംബാസഡേഴ്സാണ് ഓരോ സുവിശേഷകനും. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം! ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ വേലക്കാരനാകാൻ എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഒരു സുവിശേഷകരാകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ സുവിശേഷം, ഏറ്റവും വലിയ സുവിശേഷം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ വാക്കുകളിൽ പറയുന്ന പ്രസംഗത്തേക്കാൾ എത്രയോ ശക്തമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. അങ്ങനെ ജീവിത സാക്ഷ്യമുള്ളവരായി നിങ്ങൾ സുവിശേഷം വേല ചെയ്യണം. 1, സത്യം അരയ്ക്ക് കെട്ടിയും. 2, നീതി എന്ന കവചം ധരിച്ചും. 3, സമാധാന വിശേഷത്തിനായുള്ള ഒരുക്കം കാല് ചെരുപ്പാക്കിയും. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന് പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിന്. കൊടുക്കുവാനല്ല, കെടുക്കുവാൻ. കെടുക്കുക വെച്ചാൽ കെടുത്തിക്കളയുക. ദുഷ്ടനായ പൈശാചികൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്ന, ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം വേണം. ഞാൻ ആരുടെ പിറകെ പോകുന്നു? ഞാൻ ആരോടാണൊരു വാക്ക് പറഞ്ഞത്? ഞാൻ സമർപ്പിച്ചത് ആരോടാണ്? എൻ്റെ ജീവിതം ഏറ്റെടുത്തത് ആരാണ്? ആരാണ് എന്നോടൊരു വാക്ക് പറഞ്ഞത്? എനിക്കൊരു വാഗ്ദത്തം തന്നത് ആരാണ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞത് ആരാണ്? എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു വെറുപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് എന്നോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആരുടെ കയ്യിലേക്കാണ് എൻ്റെ ജീവിതം കൊടുത്തത്? ഉറപ്പ് വേണം, വിശ്വാസം വേണം. സ്നേഹിതരെ, നിങ്ങൾക്ക് ആ വിശ്വാസം കിട്ടിയിട്ടുണ്ടോ? നിത്യനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഈ നിസ്സാര ജീവിതം ഏൽപ്പിച്ചു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ? നിത്യപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മരണശേഷം ഞാനൊരു ദിവസം ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മരണശേഷം ഒരു നിത്യതയുണ്ടായി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മരണശേഷമുള്ള നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗരാജ്യത്തിലേക്ക് വരുവാൻ നീ എനിക്ക് വേണ്ടി, എൻ്റെ കർത്താവേ, എന്നെ പ്രതി നിൻ്റെ തിരുരക്തം കുരിശിൽ ചിന്തി എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ തിരുരക്തം ഒഴുക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ നീ എന്നെ കഴുകിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ യേശുവിൻ്റെ വിശുദ്ധനായി ജീവിച്ചാൽ മാത്രമേ ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വിശുദ്ധനായി ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് എനിക്ക് ഇണക്കി തന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനുള്ള വചനവും അതിനുള്ള പരിശുദ്ധമായൊരു കൂട്ടായ്മയും കർത്താവ് തന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനുള്ളതായ സാഹചര്യങ്ങളെല്ലാം ഇണക്കി തന്നു വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ളതായ വിശ്വാസം. വിശ്വാസം, ക്രിസ്തു യേശുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ള വിശ്വാസം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന് പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും, സാൽവേഷൻ, അതാണ് ശിരസ്ത്രം. തലയ്ക്ക് ഒരു നല്ല ഹെൽമെറ്റ്, നല്ലൊരു ഹെൽമെറ്റ്. എവിടെ വീണാലും പരിക്ക് പറ്റുകയില്ല, തലയിൽ പരിക്ക് പറ്റുകയില്ല, ഹെൽമെറ്റുണ്ട്. രക്ഷ, നിത്യരക്ഷ, നിത്യജീവൻ, ആ ഉറപ്പുണ്ടായിരിക്കണം. നിത്യരക്ഷ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് ഈ രക്ഷയുടെ ഉറപ്പുണ്ടോ? ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുമോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദയവായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇന്നത്തെ സ്ഥിതിയിൽ ഞാൻ കടന്നുപോയാൽ എൻ്റെ പാപങ്ങൾ ഇന്ന് എന്നിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നില്ലേ? എൻ്റെ ജീവിതത്തിൽ ചില നീരസങ്ങളും ചില കയ്പുകളും ചില ഇഷ്ടക്കുറവുകളും ഇല്ലേ? എൻ്റെ ജീവിതത്തിൽ ഇന്നും തിരുത്തേണ്ടതായ ചില കാര്യങ്ങളില്ലേ? ആർക്കെല്ലാമോ ചിലത് കൊടുത്തു തീർക്കേണ്ടതില്ലേ? ചിലതെല്ലാം ഞാൻ ഇപ്പോഴും വാക്കുവ്യത്യാസം വരുത്തി വെച്ചിട്ടില്ലേ?
ഞാൻ ചിലരെ വേദനിപ്പിച്ചില്ലേ, ചിലരെ ഉപദ്രവിച്ചില്ലേ, ഞാൻ മാപ്പ് ചോദിച്ചില്ലല്ലോ, ചിലരെ ഞാൻ നൊമ്പരപ്പെടുത്തിയില്ലേ. എൻ്റെ കർത്താവേ, രക്ഷ എനിക്ക് അന്യമാണല്ലോ, രക്ഷ എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, നിത്യരക്ഷയിലേക്ക് ഞാൻ വന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, രക്ഷ ശിരസ്ത്രമായി ഹെൽമെറ്റായി അണിഞ്ഞുകൊള്ളുക. ഹെൽമെറ്റായി രക്ഷയുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. ദുഷ്ടൻ്റെ വെട്ടൊന്നും ഏൽക്കുകയില്ല. നിങ്ങളുടെ തലയിൽ ദുഷ്ടൻ്റെ വെട്ട് ഏൽക്കാതെ വണ്ണം ഒരു ഹെൽമെറ്റ് നിങ്ങളുടെ തലയിലുണ്ടായിരിക്കും. രക്ഷ എന്ന ശിരസ്ത്രവും. ഈ പറഞ്ഞതെല്ലാം ഡിഫെൻസിനുള്ളതാണ്. ഈ പറഞ്ഞതല്ല, സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാസവിശേഷത്തിനായുള്ള ഒരുക്കം, നാലാമത്തേത് വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം. എല്ലാം ശത്രുവിൻ്റെ വെട്ട് തടുക്കാനുള്ളതാണ്, അതിനെ പ്രതിരോധിക്കാനുള്ളതാണ്, അതിനെ നേരിടാനുള്ളതാണ്. എന്നാൽ നേരിട്ടാൽ മാത്രം പോരല്ലോ, രക്ഷപ്പെട്ടാൽ മാത്രം പോരല്ലോ, അങ്ങോട്ട് കയറി വെട്ടണ്ടേ. അതിന് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുകയും. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാള്. ദൈവത്തിന് സ്തോത്രം. ജയജീവിതം വേണമോ? നിങ്ങൾക്ക് ദൈവത്തോട് നടന്ന് ജയിച്ച് നടക്കണമോ? വാക്ക് ഇൻ വിക്ടറി, ജയത്തിൽ നടക്കണമോ? കയ്യിൽ വാള് വേണം. എപ്പോഴും വചനം. വേദപുസ്തകം കയ്യിൽ വേണമെന്നല്ല പറഞ്ഞത്, വേദപുസ്തകം കയ്യിൽ വേണമെന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വചനം നിറഞ്ഞു നിൽക്കണം. വചനം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിരൂപിക്കുമ്പോഴും ഇത് വചനാനുസൃതമാണോ, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തോട് ഒത്തുപോകുമോ? ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനത്തോട് ഒത്തുപോകുന്നെങ്കിൽ പേടിക്കാനില്ല. എൻ്റെ കർത്താവിൻ്റെ ഈ തിരുവചനത്തിൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതിന് യോജിച്ചല്ലാതെ ഒരാറ്റം പോലും, ഒരണു പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറയ്ക്കാൻ സാധിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ജയിക്കാൻ, പ്രിയപ്പെട്ടവരെ, സംശയിക്കേണ്ട. നിങ്ങൾക്ക് ജയിച്ച് മുന്നേറാം. നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം കൈവരിക്കാം. നിങ്ങൾക്ക് സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു കയറാം. നിങ്ങൾക്ക് ഉയർന്നു വരാം. ദൈവത്തിന് സ്തോത്രം. രക്ഷാശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ദുഷ്ടനായ പൈശാചികൻ പലതരം പരീക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ വചനം കൊണ്ട് നേരിടുക. ചീത്ത ചിന്തകൾ വരുമ്പോൾ ഉടനെ പറഞ്ഞുകൊള്ളണം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഭയം വരുമ്പോൾ ഉടനെ പറഞ്ഞുകൊള്ളണം, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അശുദ്ധ ചിന്തകൾ വരുമ്പോൾ ഉടനെ നിങ്ങൾ പറഞ്ഞുകൊള്ളണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൻ്റെ മതിയാകുന്നു. ചീത്ത വികാരങ്ങൾ വരുമ്പോൾ ഉടനെ പറഞ്ഞുകൊള്ളണം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ അന്ധകാരങ്ങൾ എരച്ചു കയറി വരുമ്പോൾ ഉടനെ നിങ്ങൾ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊള്ളണം. വചനം നിങ്ങൾ ഉച്ചരിച്ചുകൊള്ളണം. വചനം നിങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ടുകൊള്ളണം. വേറെ ആരും അറിയണ്ട, വേറെ ആരും കേൾക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഉള്ളിൽ നിങ്ങൾ ധ്യാനിച്ചാൽ മതി. വചനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരാഗ്രഹം സാധിക്കണം, ഒരാവശ്യമുണ്ട്, നിങ്ങൾ ഉടനെ പറഞ്ഞുകൊള്ളണം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസിയാതിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിനക്കൊരു പേടി വരികയാണ്. എന്താണ് പേടി? നീ എത്ര ശ്രമിച്ചാലും നിനക്ക് ഓർമ്മ കിട്ടുകയില്ല, പരീക്ഷ പാസ്സാവുകയില്ല. നിനക്ക് ഓർമ്മ കിട്ടാതെ നിൻ്റെ ഓർമ്മ മറന്നു പോകും, മറവി നിനക്ക് സംഭവിക്കും. അപ്പോൾ ഉടനെ പറഞ്ഞുകൊള്ളണം, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ ഭാര്യ യഹോവയുടെ വിളിച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. വചനത്താൽ നിങ്ങളുടെ ഹൃദയം നിറയട്ടെ, വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. വചനമെന്ന ആത്മാവിൻ്റെ വാളുകൊണ്ട് ദുഷ്ടപിശാചിനെ വെട്ടിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വചനം കൊണ്ട് വെട്ടുമ്പോൾ സാത്താന് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അവൻ തോറ്റ് പിന്മാറേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനെ ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നാണ് അടുത്ത വാക്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ നിർത്തട്ടെ. നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ കൂടി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾക്ക് സർവായുധവർഗം ധരിക്കാൻ തോന്നുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് ആയുധവർഗം വേണമെന്ന് ആഗ്രഹമുണ്ടോ? സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന വിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ്, സകലത്തിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം വരിക, മാത്രമല്ല രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം പ്രിയരെ. നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. ഒരു പുതിയ സമാധാന ജീവിതം, സന്തോഷമുള്ള ജീവിതം, സൗഭാഗ്യമുള്ള ജീവിതം
ഈ താൽക്കാലിക ജീവിതം സമാധാനത്തിൽ നമുക്ക് കഴിക്കാം. എന്നിട്ടോ നിത്യതയിലേക്ക് നമുക്ക് പറക്കാം. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്ന് ചെല്ലാം. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്ന് ചെന്ന് മുഖശോഭയോടെ മുഖപ്രസന്നതയോടെ തിരുമുമ്പാ നിൽക്കാം. അവൻ്റെ പാദം കെട്ടിപ്പിടിച്ച് അവൻ്റെ പാദം നമുക്ക് ചുംബിക്കാം. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ കർത്താവോട് പറയണം, കർത്താവേ, എനിക്കൊരു വിശ്വാസ വീരനായി ജയാളിയായി എനിക്ക് ജീവിക്കണം. യേശുവിനോടുകൂടെ നടക്കണം. യേശുവിനോടുകൂടെ ജയിക്കുന്നതിനായി എനിക്ക് നടക്കണം. കർത്താവേ, ജയിക്കുന്നതിനായും ജയിപ്പാനായും പുറപ്പെട്ട യേശുവേ, നീ എന്നെ ജയിപ്പിക്കണമേ. നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവനായി നടപ്പാൻ കർത്താവേ, എനിക്ക് നീ കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കളെ അവിടെ നിന്ന് കടാക്ഷിക്കണമേ. കർത്താവേ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, തോൽവി അടഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, പിന്മാറിപ്പോയവരുണ്ടല്ലോ കർത്താവേ, പാപത്തിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയവരുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഈ നിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സമാധാനത്തിലേക്ക് നയിക്കണമേ, സന്തോഷത്തിലേക്ക് ആനയിക്കണമേ, ജീവിതത്തിലേക്ക് നയിക്കണമേ. എൻ്റെ കർത്താവേ, അവിടെ തിരക്തത്താൽ ഈ മക്കളെയെല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് കർത്താവേ, പുതിയ അനുഭവം നൽകി ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി എല്ലാവരും ഒരുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവർക്ക് ഭാരങ്ങൾ മാറ്റിക്കൊടുക്കണമേ. എൻ്റെ കർത്താവെ, ദുഃഖത്തിലും ഞെരുക്കത്തിലുമായി വലയുന്നവർക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും സ്വൈര്യവും നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.